മുഖ്യമന്ത്രി മന്ത്രിമാരുമായിട്ട് 3 മണിക്കൂർ നീണ്ടൊരു യോഗം അത് അവസാനിക്കുന്നു. മുഖ്യമന്ത്രി 110 സീറ്റുകളിൽ വിജയസാധ്യതയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ മന്ത്രിമാർ പ്രവർത്തിക്കുക, താഴെത്തട്ടിലിറങ്ങി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഓരോ മന്ത്രിമാർക്കും ഓരോ ജില്ലയുടെ തന്നെ ചുമതല നൽകിക്കൊണ്ട് കൂടുതൽ മന്ത്രിമാരെ ജില്ലകളിലേക്ക് വിന്യസിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. വളരെ പ്രധാനപ്പെട്ട ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രിയപ്പെട്ടവർ അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രേക്ഷകർക്ക് നൽകും. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. 3 മണിക്കൂർ നീണ്ട ആ മീറ്റിംഗ് ആണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരം, 110 സീറ്റുകളാണ് ഇടിക്കുറി ലക്ഷ്യമിടുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസമുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന ഒരു തിരിച്ചറിവ് നേരത്തെ കനകോലു തന്നെ അത് ലക്ഷ്യയിൽ അവതരിപ്പിച്ചിരുന്നു. ഇത് ഇപ്പോഴും മുഖ്യമന്ത്രി സായ്കുമാറുണ്ട്. സായ്കുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. 3 മണിക്കൂറാണ് മുഖ്യമന്ത്രി മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരം, ജില്ലകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. 110 സീറ്റുകളാണോ ലക്ഷ്യമിടുന്നത് സായ്കുമാർ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ മന്ത്രിമാരോട് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് ക്ലിഫ് ഹൌസിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മന്ത്രിമാരെ പ്രത്യേകം വിളിച്ച് ഏകദേശം 3 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രി നടത്തിയത്. എന്തൊക്കെയായിരിക്കണം പ്രചാരണ വിഷയങ്ങൾ, അതിൽ ഓരോ ജില്ലയിലും ഓരോ മന്ത്രിമാർക്കടക്കം പ്രത്യേകം ചുമതലകൾ കൊടുത്തുകൊണ്ട് സർക്കാരിന് നടത്തിയ നേട്ടങ്ങൾ, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം താഴെത്തട്ടിലടക്കമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് അതിൽ ഏതു വിധത്തിലാണ് സർക്കാർ ഇടപെട്ടത് എന്നതടക്കം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം വേണം. അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നോട്ടു പോയ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം.